ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം ആ വീഡിയോയിൽ നമ്മൾ കുറേ എപ്പോക്സിയുടെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് എപ്പോക്സി റെസിനാർട്ടിനെ കുറിച്ച് താല്പര്യമുള്ളവർ ഇതിൻ്റെ കാര്യങ്ങൾ കേൾക്കുക, അല്ലാതെ സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ നിങ്ങളിത് തീർച്ചയായിട്ടും കാണുക. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനമാണെങ്കിൽ, ഇതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും അറിയണമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പം ഫോളോ ചെയ്യുക. യൂട്യൂബിലാകുമ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ആണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യുക. ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ താല്പര്യമുള്ളവർ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ എപ്പോക്സി റെഷിൻ കൊണ്ട് എന്ത് ചെയ്യാം. അപ്പോൾ പിന്നെ നമ്മൾ എപ്പോക്സി റെഷിനിൽ ഇടയ്ക്ക് വാൾ പെയിൻറ്റിങ്, നമ്മൾ സാധാരണ വീട്ടിൽ ഓരോ ഹൗസിലും എങ്ങനെ വേണമെങ്കിൽ വാൾ പെയിൻറ്റിങ് ചെയ്യാൻ അത് എന്ത് ഗുണമുണ്ടെന്ന്. അപ്പോൾ എപ്പോക്സി കൊണ്ട് നമുക്ക് വാൾ പെയിൻറ്റിങ് ചെയ്യാൻ പറ്റും. ചെയ്യുമ്പം എക്സാമ്പിൾ ഇതിനകത്തൊരു വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ കാണിക്കാം. സ്ക്രീനിൽ നിങ്ങൾ കാണാം. അപ്പോൾ അതിൻ്റെ ലൈഫ് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലങ്ങളിൽ പണ്ട് പോലെ നമുക്ക് നിർമ്മാണം മേഖലയിൽ നമുക്ക് മണലിട്ട് പണിയും ഒരു ലൈഫില്ലാത്ത കെട്ടിടങ്ങളാണ് പോകുന്നത്. മാക്സിമം ഒരു കെട്ടിടം പണിയുമ്പോൾ 100 കൊല്ലമൊക്കെയാണ് പറയുന്നത്. ഇന്നൊരു കെട്ടിടം കൂടിപ്പോയാൽ ഒരു 25 കൊല്ലത്തിൽ നിന്ന് ഒരു 50 കൊല്ലം പോലും അതിനായിട്ട് ഒരു ബെനിഫിറ്റ് കിട്ടാറില്ല. ഇന്നുമല്ല ഭയങ്കരമായ മെറ്റീരിയലിൻ്റെ കോസ്റ്റ്ലിയായ പൈസ കൊണ്ട് ഒരു സാധാരണക്കാരനൊക്കെ ഒരു വീട് പണിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ നിർമ്മാണ മേഖലയിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. കുറേ കാലമാകുമ്പം ഒരു പുതിയ പണി ചെയ്തിട്ട് 2 കൊല്ലം കഴിയുമ്പം അതിൻ്റെ വാളിൻ്റെ പ്ലാസ്റ്ററിങ് എല്ലാം വിട്ടുപോയി, വിണ്ട് കീറി അതിനകത്ത് പായൽ കയറുകയും കാട് പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എപ്പോക്സി പെയിൻറ്റിങ് ചെയ്യുമ്പം കുറഞ്ഞത് നിങ്ങൾ നോക്കുമ്പം അത് ലൈഫ് ലോങ് ആണ്. മാക്സിമം ഒരു ഗ്യാരണ്ടി എന്ന് വെച്ചാൽ അതിന് 10 കൊല്ലമാണ് ഗ്യാരണ്ടി. അപ്പം പെയിൻറ്റ് ചെയ്യാൻ ഓക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇതിൻ്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. ചിലർ വിളിച്ചു ചോദിക്കും അത് എളുപ്പമാണെന്ന്. സംഭവം എളുപ്പമൊന്നുമില്ല. സംഭവം കഠിന പാറപ്പെട്ടാണ് അതിൻ്റെ എപ്പോക്സിയുടെ പെയിൻറ്റിങ്. സാധാരണ പെയിൻറ്റിങ് പോലെ ഉടനെ ഉണങ്ങത്തില്ല. 24 hours ആകും. ആ 24 hours നമ്മൾ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ അതിനുള്ള അപ്ലൈ ആണ് അതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പം ഒരു കെട്ടിടം ലൈഫ് ലോങ് ആയിരിക്കും. അപ്പോൾ ഇന്നർ ഔട്ടറിന് വേറെ ആയിട്ടാണ് നമ്മുടെ എപ്പോക്സി ഉപയോഗിക്കുന്നത്, ഇന്നറിന് വേറെ ആയിട്ടാണ് എപ്പോക്സി ഉപയോഗിക്കുന്നത്. ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഗ്ലാസ് ആയിട്ട് മാറുന്നതാണ് ഈ എപ്പോക്സി റെഷിൻ. ഇപ്പോൾ സാധാരണ എന്തുകൊണ്ടാണ് ഞാൻ എപ്പോക്സി റെഷിനിൽ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടും ഇന്ന് യൂറോപ്യൻ കൺട്രിയിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ കൺട്രി എന്ന് പറയുമ്പം കൂടുതൽ തണുപ്പും ചൂടും ഉള്ള പ്രതികരി നമുക്കിത് റെഡിയാക്കാനും കെട്ടിടത്തിന് ലൈഫ് കിട്ടാനും. സാധാരണ പറയുവാണെങ്കിൽ ഒരു കടലിൽ നമ്മൾ ഒരു ഫ്രിഡ്ജ് പണിയണമെങ്കിൽ ആ ഫ്രിഡ്ജിൽ വെറും സിമെൻറ്റും സ്റ്റീലും തന്നെയാണ് വച്ച് ഇത് വർക്ക് ചെയ്യുന്നില്ല. അത് ലൈഫ് ലോങ് ആയിട്ട് ഇരിക്കാനായിട്ട് അതിനായിട്ടുള്ള ഉപയോഗിക്കുന്ന എപ്പോക്സി ഉണ്ട്. ഞാൻ പറഞ്ഞ 1343 എപ്പോക്സി ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണമെന്ന്. അതിന് കാരണം കൊണ്ട് ഞാൻ എപ്പോക്സിയെക്കുറിച്ച് സ്ഥിരമായി നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഇതിനെക്കുറിച്ച് നല്ലപോലെ ഇതിനെക്കുറിച്ച് ഇന്ന് 3D ഫ്ലോറിങ് ചെയ്യുന്നവരുണ്ട്, ടേബിൾ ടോപ്പ് ചെയ്യുന്നവരുണ്ട്. അപ്പം ഇങ്ങനെ പല രീതിയിൽ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന സഹോദരിമാരുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏത് രാജ്യത്തിലാണ് എപ്പോക്സി കണ്ടുപിടിച്ചത്, ഇത് ഈ എപ്പോക്സി എന്ന് പറഞ്ഞ എപ്പോക്സി റെഷിൻ എന്തിനു വേണ്ടി ഇത് ഉൽപ്പാദിപ്പിച്ചത്, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുമ്പം നിങ്ങൾ അറിഞ്ഞിരിക്കും. അപ്പം നമ്മൾ ദിവസം ഒന്നും ചെയ്യാൻ പോവുകയാണ്. നമ്മൾ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും പറഞ്ഞ പോലെ നിങ്ങൾ താല്പര്യമുള്ളവർ, പഠിക്കാൻ താല്പര്യമുള്ളവർ, ആവശ്യപ്പെടുന്നവർ, നല്ലൊരു ബിസിനസ് നേടിയെടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാർട്ട് ടൈമായിട്ട് ഒരു ബിസിനസ് വേണമെന്ന് പറയുന്നവർ ഫോളോ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്തൊന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ളത്, അപ്പോൾ ഈ ലൈഫ് ലോങ് ആയിട്ട് ഇരിക്കുന്ന പറയുമ്പോൾ ഈ എപ്പോക്സി ചെയ്തുമ്പം കോസ്റ്റ്ലിയായുള്ള ഒരു റേറ്റും ഉണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾ 10 കൊല്ലം കഴിഞ്ഞ് നോക്കിയാലും നിങ്ങൾ ഇന്ന് പെയിൻറ്റ് ചെയ്തതുപോലെ ഈ എപ്പോക്സിയുടെ വർക്കാണ്. 10 കൊല്ലം കഴിഞ്ഞ് നോക്കിയാലും എപ്പോക്സി ചെയ്യാം. നിങ്ങൾ ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പം അത് ലൈഫ് ലോങ് ആയിട്ടിരിക്കും. അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് വാഷ് ചെയ്യുക. പിന്നെ സാധാരണ പെയിൻറ്റ് പോലെ പായൽ ഇതിനകത്ത് കയറി പിടിക്കത്തില്ല. എന്നുവെച്ചാൽ ഇതിന് അകത്ത് വേര് കയറി പോകാനുള്ള സാധ്യതയില്ല.
ഗ്ലാസിൻ്റെ പുറത്ത് ഒന്നും ചെയ്യാനൊക്കത്തില്ല, പായൽ പിടിക്കും. സാധാരണ നമ്മൾ കണ്ണാടി ചില്ലിൽ എവിടെയെങ്കിലും കൊണ്ട് ഇടുമ്പോൾ കുറേ കാലം ആകുമ്പോൾ നനഞ്ഞൊക്കെ പായൽ പിടിക്കുക, നമുക്ക് കഴുകിയെടുക്കാം. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് എപ്പോക്സി പെയിൻറ്റിങ്, വാൾ പെയിൻറ്റിങ്. അപ്പോൾ ഇതിൽ വാൾ പാനലായിട്ടും വന്ന് ചെയ്യണം, ഇൻറ്റീരിയറൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള വർക്കുകളുണ്ട്. അപ്പം നിങ്ങൾ ഇത് ചെയ്യാനോ ചെയ്ത് പഠിക്കാനോ ആഗ്രഹിക്കുന്നവരോ അല്ല താല്പര്യപ്പെടുന്നവരോ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഫോളോ ചെയ്യുമ്പം, അതുപോലെ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളും ഇത് ചെയ്യുന്നവർക്ക് ഡൗട്ടും കാര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണമെങ്കിൽ വർക്ക്ഷോപ്പ് കോൺടാക്റ്റ് ചെയ്യാം. അപ്പം പഠിക്കുന്നവർക്ക് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോ പറഞ്ഞു ഇപ്പോഴും പറയുന്നു, പഠിക്കുന്നവർ നമ്മുടെ ഫീസ് അടയ്ക്കുക. അത് ഓരോ കോഴ്സിനും ഓരോ ഫീസാണ്. സാധാരണക്കാരന് വലിയൊരു ലെവലിൽ മാറാം. ഒരു വീട്ടിൽ ഇരിക്കുന്നവർ വർക്കില്ലാതെ തന്നെ പഠിച്ച് എത്രയോ പേർ പഠിച്ചും ജോലി ഇല്ലാത്തവർക്ക് നല്ല ലെവലിൽ പോകാം. നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ചെറിയ ലെവലിൽ തുടങ്ങുന്നത് വലിയ ലെവലിൽ മാറ്റിക്കൊണ്ട് പോകാനാണ് ഈ എപ്പോക്സിയുടെ റെസിൻ ആർട്ടിൻ്റെ വർക്ക്. അപ്പം തീർച്ചയായിട്ടും വീണ്ടും അടുത്തൊരു ലോങ് നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ഒരു സെക്കൻഡ് പാർട്ടിൽ ഇത് എങ്ങനെ ചെയ്യാൻ കാണിക്കാം. അപ്പം മുമ്പ് പറഞ്ഞ പോലെ ഈ എപ്പോക്സി വാൾ പെയിൻറ്റിങ് എങ്ങനെ ചെയ്തെടുത്ത് ഏത് ലെവലിലാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത് വരുന്നത് സെക്കൻഡ് പാർട്ടിൽ നമുക്ക് വേറെ എപ്പോക്സി കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ നോക്കാം. ഓക്കെ, ബൈ.